ശുദ്ധസംഗീതം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ശുദ്ധസംഗീതം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര മാധ്യമങ്ങളോട് പറഞ്ഞു. സംഗീതത്തെ സ്നേഹിക്കുന്ന സംവിധായകർ കുറഞ്ഞു വരികയാണെന്നും സംഗീതം ആലപിക്കുന്നവരുടേത് മാത്രമായി മാറിയിരിക്കുകയാണെന്നും പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ സംഗീതം രൂപപ്പെടുന്നത്. ഇതിന് സമീപകാലങ്ങളിൽ മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയിൽ സംഗീതം കൊണ്ടുവരാൻ പ്രതിഭാധനരായ സംവിധായകർക്കേ കഴിയൂ. ഇത്തരം സംവിധായകരുടെ അഭാവമാണ് ഇന്നത്തെ സംഗീത രംഗത്തെ ശോഷണത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ടത്തെ സംഗീതം വളരെ ശുദ്ധമായ സംഗീത, ആളുകളുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന ഒരു സംഗീതമാണ്. അത് ഒരിക്കലും മരിച്ച പോലും അതൊന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് ആളുകൾക്ക് വേണ്ടത് എന്താ പറയാ, ഒരു തുള്ളിച്ചാടണം, അല്ലെങ്കിൽ ഒരു ഭയങ്കര റിതമെറ്റിക് ആയിരിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇപ്പോൾ ഈയാമ്പാറ്റയ്ക്ക് ചിറക് വെക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ സംഗീതത്തിന്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവര് സംഗീതം ഉണ്ടാക്കുന്ന ആളെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു സംഗീതം, എൻ്റെ സിനിമയിൽ എന്താണ്, എന്ത് സംഗീതം വേണ്ടതെന്ന് അതിന് ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ ഡയറക്ടർ ഒരു മ്യൂസിക് ഡയറക്ടറെ വിളിച്ചാല് അദ്ദേഹം സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാട്ടാണ്, നല്ല മെലഡിയാണ്, ആ ഒരു സംഭവം പറഞ്ഞു കൊടുത്താൽ അവര് അതുപോലെ ചെയ്തു തരും. അതേ സമയത്ത് എനിക്ക് ഇത്തരം ടൈപ്പ് അടിപൊളി ടൈപ്പ് റാപ്പാണ്, ഒരു ഭയങ്കരം അടിപൊളി എല്ലാവരും ഡാൻസ് കളിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവര് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്ടറാണ് ഒരു പടത്തിന്റെ എല്ലാം. ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പഴയ സംഗീതജ്ഞന്മാരെ ഒരുപാട് ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെയൊക്കെ ഏജ് ഒരു 30, 35, 40 ഒക്കെ ഏജ് തൊട്ടുള്ള ആളുകൾക്കൊക്കെ പഴയ പാട്ടുകൾ ഇഷ്ടമാണ്. ഇന്നത്തെ പിള്ളേർക്ക് അത് അറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലം മാറിയില്ലേ? കാലം മാറി. പറഞ്ഞ പോലെ ദരിദ്ര പണക്കാരാവുന്നു, പണക്കാര് ദരിദ്രാവുന്നു. അങ്ങനെ എന്താ പറയാ എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാം മാറിപ്പോയി. അപ്പൊ ഇപ്പൊ അവർക്ക് ഇപ്പൊ കൂടുതലും കുട്ടികളാണ് ഇപ്പൊ തിയേറ്ററിൽ കയറി വരുന്നത്. ഒരു 25 വയസ്സ് വരെയുള്ള കുട്ടികൾ, 30 വയസ്സുള്ള കുട്ടികള്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതാണോ ഒരു സംവിധായകനും മറ്റുള്ളവരും ചെയ്തു കൊടുക്കുന്നത്. നമ്മളെപ്പോലുള്ള ഏജുള്ള ആളുകളൊക്കെ വളരെ കുറവൊക്കെ തിയേറ്ററിലും ഇത്തിരി കഷ്ടപ്പെട്ട് ഇപ്പൊ അവരെ കൊണ്ട് പാടുന്നു. അപ്പം മറ്റേ ദാസറിന്റെ കാര്യം പറഞ്ഞല്ല, ഇപ്പൊ സാധാരണ ഒരു സംഗീത സംവിധായകൻ ഒരു ഗായകരെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലാണ് അവർ പാടുന്നത്. ഇപ്പൊ എന്ന സാധനം അവര് പാടുണ്ടെങ്കിൽ പോലും അത് വേണ്ട, നമുക്ക് അത്ര മതി എന്നൊക്കെ സംഗീത സംവിധായകനാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ പാടുമ്പോഴാണ് അതിന്റെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ആ പാട്ടിൽ വേണ്ടത്. അവരുടെ പിന്നെ കോൺട്രിബ്യൂഷൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ആരും കോൺട്രിബ്യൂഷൻ താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കണം ഗായകൻ പാടുന്നത്. ആ പാടിക്കഴിഞ്ഞ് പാട്ട് കയറി ഹിറ്റാകുമ്പോ നമ്മളെ ആരും അറിയപ്പെടില്ല. അത് ഗായകനായിരിക്കും എല്ലാവരും അറിയപ്പെടുന്നത്. അതുകൊണ്ട് പറഞ്ഞത് കണ്ണുനീർ തുള്ളിയേ സ്ത്രീയോടു വമിച്ച കാവ്യ ഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വടകരയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മോഹൻ സിത്താര. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.